ഈ നോട്ടീസ് പീരീഡ് നമ്മൾ ഇന്നേ വരെ ചർച്ച ചെയ്യാത്തൊരു വിഷയമല്ലേ? ആണ്. നമസ്കാരം, നിബിനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഈ നോട്ടീസ് പീരീഡ് എന്നൊരു വിഷയം നമ്മൾ ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടില്ല. ഇതെങ്ങനെയാണ് ശരിക്കും ജോലി മാറ്റത്തെ, അതായത് ഒരു മിഡ് ലെവലിലുള്ള ഒരാളുടെ ജോലി മാറ്റത്തെ ബാധിക്കുന്നത്? പലപ്പോഴും നോട്ടീസ് പീരീഡ് നിവിന് 30 ദിവസം മുതൽ 90 ദിവസം വരെ ആസ് പെർ ദ ലോ വരാം. അപ്പോൾ ഈ 90 ദിവസം നോട്ടീസ് പീരീഡ് ഒരാൾക്ക് പെട്ടെന്ന് ഓഫർ കിട്ടുകയാണ്. അടുത്ത കമ്പനി ഒരിക്കലും ചിലപ്പോൾ 90 ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യില്ല. ഇനി 90 ഡേയ്സിനിടയ്ക്ക് അവർക്ക് അർജന്റായിട്ട് പ്രഷർ കാരണം ജോയിൻ ചെയ്യേണ്ടി വരുമ്പം പഴയ കമ്പനികളുടെ ടെർമിനൽ ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ വിസ ക്യാൻസലേഷനോ നടക്കില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കുള്ള ഒരു എക്സ്പീരിയൻസിൽ ഒരു HR മാനേജർ അറൌണ്ട് 25,000 സാലറിയിൽ അയാൾക്ക് പുതിയൊരു കമ്പനിയിൽ ജോലി കിട്ടി. ആ കമ്പനിക്ക് 30 ഡേയ്സാണ് മാക്സിമം ജോയിൻ ചെയ്യാനുള്ള ടൈം ഉള്ളത്. ഈ കോൺട്രാക്ട് ഇയാൾ സൈൻ ചെയ്യുന്ന സമയത്ത്, ജോലിക്ക് കയറിയ സമയത്ത് നോട്ടീസ് പീരീഡ് ശ്രദ്ധിച്ചില്ല. അയാൾ സൈൻ ചെയ്തു, കമ്പനി എന്ത് ചെയ്താലും അയാൾ വിടില്ല. അപ്പോൾ അയാൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ടെർമിനൽ ബെനിഫിറ്റ്സ് പോകും, വിസ ക്യാൻസലേഷൻ നടക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഉള്ള ജോലി പോവുകയും ചെയ്യും, പുതിയതിലേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഓഫർ ലെറ്ററിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ മുൻപോട്ടുള്ള യാത്ര ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് 90 ദിവസമാണെങ്കിലും ജോലിക്ക് കയറണ്ട എന്നുള്ളതല്ല, നമുക്ക് കയറാം. പക്ഷേ അടുത്തൊരു ജോലി മാറ്റം പ്ലാൻ ചെയ്യുമ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.